الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മദ്യവും മയക്കുമരുന്നും സമ്മാനിക്കുന്ന ലഹരിയിൽ എല്ലാം മറക്കുന്ന തലമുറ വളർന്നു വരുന്നു എന്നത് ഏറെ ആശങ്കയോടെയാണ് നാം നോക്കിക്കാണേണ്ടത്. വളരെയധികം ഭീകരവും ഞെട്ടൽ ഉണ്ടാക്കുന്നതും വിഷമകരവുമായ വാർത്തകളാണ് മലയാളക്കരയിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത്. ജന്മം നൽകിയ മാതാവിനെ ലഹരിക്കടിമപ്പെട്ട ഒരുത്തൻ കൊലപ്പെടുത്തുന്നു. തൊട്ടടുത്ത വീട്ടിൽ പോയി കത്തിയെടുത്ത് കൊണ്ടുവന്ന് ആ മാതാവിനെ അവൻ വെട്ടിക്കൊല്ലാണ്. ലഹരി തലക്ക് പിടിച്ചിട്ട് വിദ്യ നുകരുന്ന ആ ഗുരുവിന് നേരെ കൊലവിളി ഉയർത്തിയ ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോയും നാം എല്ലാവരും കണ്ടു. ലഹരിക്കടിമപ്പെട്ട ഇന്നത്തെ തലമുറയുടെ അവസ്ഥയാണത്. പുറത്തേക്കിറങ്ങിയാൽ
കൊന്നുകളയും എന്ന് പറയുന്നത് ആരോടാണ്? വളരെയധികം ആദരിക്കേണ്ട തൻ്റെ അധ്യാപകനോടാണ് ആ പറയുന്നത്. ചെറുതും വലുതുമായ ഇത്തരം വാർത്തകൾ നാം ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബ ശൈഥല്യങ്ങൾക്ക് കാരണമായി ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയിൽ മുങ്ങുന്ന നാട് എന്ന് നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏത് നിമിഷവും ലഹരി മാഫിയയുടെ കെണിയിൽ വീഴാവുന്ന കൗമാരം, അതിനനുകൂലമായ ക്യാമ്പസ് സാഹചര്യങ്ങൾ, വൃത്തികേട് കാട്ടിക്കൂട്ടുന്ന യൂട്യൂബർമാരെ റോൾ മോഡലാക്കുന്ന കുരുന്നു മക്കൾ, കൃത്യമായ നെറ്റ്വർക്കോടെ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകൾ, ഭയപ്പാടിൽ നീങ്ങുന്ന മാതാപിതാക്കൾ, മദ്യത്തിൻ്റെ പോഷക ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന ജനപ്രതിനിധികൾ, മദ്യത്തെ നാടിൻ്റെ മുഖ്യ വരുമാനമാക്കാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഭരണ സംവിധാനങ്ങൾ. ഇതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ഒരു നേർചിത്രം. വല്ലാത്ത ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം എന്ന ഓരോ വ്യക്തിക്കും ചില കടമകളും കടപ്പാടുകളുമുണ്ട്. നിഷ്ക്രിയത്വമല്ല, സജീവമായ ഇടപെടലുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിലും സർവ ആഭാസങ്ങളിലും ആറാടി ജീവിച്ച ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആനിൻ്റെ ദിവ്യവചനങ്ങൾ അവരിൽ പരിവർത്തനം സൃഷ്ടിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ വിളിച്ചല്ല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, തീർച്ചയായും മദ്യവും ചൂതാട്ടവും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും പ്രശ്നങ്ങളെ അമ്പുകോൽ വെച്ചുകൊണ്ട് പ്രശ്നങ്ങളെ വിധിക്കുന്ന ആ ഒരു സമ്പ്രദായവുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, എല്ലാം പിശാചിന്റെ നീചപ്രവൃത്തിയിൽപ്പെട്ടതാണ്, മ്ലേച്ഛതയിൽപ്പെട്ടതാണ്, റിജ്സാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഫജ്തനിബൂഹു, അതിനാൽ നിങ്ങൾ അവയെല്ലാം വർജിക്കണം, ഒഴിവാക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. അതാണ് അള്ളാഹു പറഞ്ഞത്. വിജയിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. മദ്യമാണ് അതിൽ ഒന്നാമതായി പറഞ്ഞത്, അല്ലേ? മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിത വിജയം സാധ്യമല്ല എന്ന് ഖുർആനിലൂടെ പറയാണ്. അതൊരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും ശരി. നമ്മുടെ നാടിൻ്റെ തനത് മദ്യം പ്രോത്സാഹിക്കപ്പെടട്ടെ എന്ന ചിലരുടെ വാക്കുകൾ സമൂഹത്തെ എത്രമാത്രം അരക്ഷിതത്വത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ ആയത്തിൽ നാം പഠിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയിലാണ് ഈ വിശുദ്ധ വചനം ആരംഭിച്ചത്. ഈ പ്രസ്തുത വിളി അറിയിക്കുന്നതാകട്ടെ ശേഷം വരുന്ന മതവിധി, ആ മതവിധി നടപ്പാക്കൽ
സ്രഷ്ടാവിന് ഉത്തരമേകിയവർക്ക് നിർബന്ധമാണ് എന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ പറഞ്ഞല്ലോ, മദ്യം, ലഹരി, ചൂതാട്ടം അതൊന്നും പാടില്ല, ഒഴിവാക്കണം. അപ്പൊ അള്ളാഹു അത് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകൾക്ക്, അതിനുത്തരമേകിയവർക്ക് അതിനെ ഒഴിവാക്കൽ നിർബന്ധമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, മദ്യത്തെ ചൂതാട്ടത്തോടും പ്രതിഷ്ഠകളോടും പ്രശ്നം വെച്ചു നോക്കുവാനുള്ള അമ്പുകളോടുമാണ് ചേർത്ത് പറഞ്ഞത്. ഇവയെല്ലാം വൻ പാപങ്ങളാണ്. മദ്യം മഹാപാപമാണെന്നതിനാലും സകല തിന്മകളുടെയും താക്കോലാണെന്നതിനുമാലാണ് ആദ്യം അള്ളാഹു മദ്യത്തെ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കണം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു. ഒന്നാമതായി അള്ളാഹു പറഞ്ഞത് അവിടെ ഖംറിനാണ്, മദ്യത്തെയാണ്. അതാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മദ്യത്തെ ആദ്യം തന്നെ അള്ളാഹു പറഞ്ഞത്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, ഇവിടെ ഈ വിശുദ്ധ വചനത്തിൽ മദ്യത്തെ അള്ളാഹു പറഞ്ഞത് റിജിസ്. റിജിസ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അറബി ഭാഷയിൽ റിജിസ് എന്ന് പറയുന്നത് മാലിന്യത്തിനും മ്ലേച്ഛതക്കുമാണ് റിജിസ് എന്ന് പറയുക. അതിലേക്ക് ചേർത്തിട്ടാണ് അള്ളാഹു അത് പറഞ്ഞത്, മദ്യത്തെ പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ കാര്യം, ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കണം, നിങ്ങളത് ഒഴിവാക്കണം എന്നുള്ള ആ പ്രയോഗമാകട്ടെ ഒരു വസ്തുവിൽ നിന്ന് അകലുക, അതിനോടും അതിൻ്റെ അതിരുകളോടും അടുക്കാതിരിക്കുക എന്നതാണ് ആ ഫജ്തനിബൂഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് മദ്യം ഒഴിവാക്കണം, അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത്, മദ്യം അത് നന്മ ഉണ്ടാക്കില്ല, ശത്രുതയും പകയും മാത്രമാണ് മദ്യം ഉണ്ടാക്കുന്നത് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅളാഹ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ സിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. അല്ലാഹു പറയാണ്, ഇന്നമൽ ഖംറു വൽ ഇന്നമാ യുരീദു ശൈത്വാനു, തീർച്ചയായും ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅളാ, നിങ്ങളിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ഫിൽ ഖംറി വൽ മൈസിരി, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും. അതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ പക ഉണ്ടാക്കണം, നിങ്ങളിൽ ശത്രുത ഉണ്ടാക്കണം. അല്ലെ, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യപിച്ചുകൊണ്ട് ബോധമില്ലാതെ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തുന്നവര്, സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊല ചെയ്യുന്നവര്, സ്വന്തം പെൺമക്കളെ അവരുടെ കാമം തീർക്കാൻ മദ്യത്തിൻ്റെ ലഹരി, മയക്കുമരുന്നിൻ്റെ ലഹരി അതിനെ മാറ്റുന്നവർ, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഒരിക്കലും തന്നെ അത് നന്മ ഉണ്ടാക്കുന്നില്ല. വയസുത്തക്കും അൻസിക്കിരില്ല, അള്ളാഹുവിനെ തൊട്ടുള്ള ഓർമ്മയിൽ നിന്ന് അത് തടുത്തു കളയുന്നു, തെറ്റിച്ചു കളയുന്നു. മദ്യവും ചൂതാട്ടവും വാനിസ്വലാത്ത്, നമസ്കാരത്തിൽ നിന്ന് അത് തെറ്റിച്ചു കളയുന്നു നിങ്ങളെ. അള്ളാഹു പറയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ, അതിനാൽ നിങ്ങൾ വിരമിക്കാൻ തയ്യാറുന്നുണ്ടോ, നിങ്ങളിത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കാണ്. ഈ ജാതി കാര്യങ്ങളാണ് മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ, മയക്കുമരുന്നിലൂടെ കിട്ടുന്നത്. ശത്രുതയും പകയും സമൂഹത്തിലെ അരക്ഷിതാവസ്ഥയും അല്ലാതെ മറ്റെന്താണ് ഈ സാമൂഹ്യ വിപത്തിലൂടെ നമുക്ക് ലഭിക്കുക? അതാണ് ഒന്നാമതായി മനസ്സിലാക്കുക. ശത്രുതയും പകയെ അതുണ്ടാക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, കുടുംബം ശിഥിലമാകുന്നു എന്നതാണ്. കുടുംബ ശൈഥില്യവും സാമൂഹിക അസമാധാനവുമാണ് ഇതിൻ്റെ വലിയൊരു വിപത്ത് എന്ന് പറയുന്നത്. പറയാൻ പോലും പറ്റാത്ത ആ വിധത്തിലുള്ള പൈശാചിക കൃത്യങ്ങൾ വേറെയും ഈ മദ്യത്തിലൂടെ ഉണ്ടാവുകയാണ്, അല്ലേ?
എത്ര കുടുംബങ്ങളാണ് ഈ സാമൂഹ്യ വിപത്തിലൂടെ തകർന്നു പോയത്? എത്ര കുടുംബങ്ങളാണ് കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര കുടുംബിനികളും കുഞ്ഞുമക്കളുമാണ് ലഹരി തലക്ക് പിടിച്ചവരാൽ കൊല ചെയ്യപ്പെട്ടത്? മനുഷ്യ മനസ്സാക്ഷി പോലും മരവിച്ചു പോകുന്ന വാർത്തകൾ ദിനേന എന്നോണം വന്നുകൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗം കേസുകളിലും ആരാണ് വില്ലൻ? വില്ലൻ മദ്യവും ലഹരിയും തന്നെ, വേറൊന്നുമല്ല. ഇവിടെ ഒരുപാട് തിന്മകൾ, കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. അതിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് കാരണമാകുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും പറയുന്നത് കൊണ്ട് വിചാരിക്കരുത്. നമ്മുടെ നാടുകളിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അയൽപക്കങ്ങളിലൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ നാം ജാഗ്രത പാലിച്ചേ മതിയാകൂ. ഈ അടുത്ത് നടന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം അത്തരം ഒരു നീചന്റെ കയ്യാൽ ആയിരുന്നു, അല്ലെ? നമ്മളൊക്കെ ആ വാർത്ത കണ്ടിട്ടുണ്ട്. കുപ്പത്തൊട്ടിയിൽ നിന്ന് ആ കുട്ടിയുടെ മൃതദേഹം എടുത്തുകൊണ്ടുവന്നത്, അല്ലേ? അപ്പൊ ഇത്തരം ആളുകളെ സൂക്ഷിക്കണം. ഈ അടുത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന ചില പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചപ്പോൾ അതിൻ്റെ വിതരണക്കാരായതും ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളാണെന്ന്, അവരിൽ നിന്നാണെന്ന് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്, അല്ലേ? അവരിൽ നല്ല ആളുകളുണ്ട്, കുറഞ്ഞ ആളുകൾ, പക്ഷെ ബഹുഭൂരിഭാഗം ആളുകളെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താണ്. മദ്യത്തിൻ്റെ വിപത്തുക്കളെ ഉണർത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യവും വളരെയധികം ശ്രദ്ധേയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂട്ടുകാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു, ലാ തശ്റബ് അൽ ഖംർ, നീ കള്ളു കുടിക്കരുത്, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശരീർ, അത് എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ന്. എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ മദ്യപിക്കരുത് എന്ന് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ട പഴയ ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ പഴയ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുക. തിന്മകളുടെ അന്ധകാരം കാരണം ജാഹിലിയ കാലം എന്ന് പോലും ആ കാലഘട്ടം വിശേഷിപ്പിക്കപ്പെട്ടു. കച്ചവടത്തോടൊപ്പം മദ്യവും വ്യഭിചാരശാലകളും പലിശയും ലോട്ടറിയുമെല്ലാം അവരുടെ മുഖ്യ വരുമാനമായിരുന്നു, അല്ലെ? ചെറുവലിപ്പമുള്ള കഅബാലയം പുതുക്കിപ്പണിയാൻ, അതിനെ നിർമ്മിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു നല്ല സമ്പത്ത്, അല്ലെ, അത് നിർമ്മിക്കാനുള്ള ശുദ്ധമായ ഒരു പണം പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം അവർ ഈ തിന്മകളിലൂടെ സമ്പാദിച്ചവരായിരുന്നു. അത്രമാത്രം അധർമ്മങ്ങളിലും ആഭാസങ്ങളിലുമായിരുന്നു ആ ജനതയുടെ ജീവിതം. അവരിൽ എങ്ങനെ പരിവർത്തനം ഉണ്ടായി എന്ന് നാം ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക്, നിരക്ഷരരായ ആ സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അയക്കാണ്. എന്നിട്ട് ആ പ്രവാചകൻ അവർക്ക് യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന്. അങ്ങനെ വഴികേടിലായ ഒരു സമൂഹത്തിന് വിശുദ്ധ ഖുർആനും
പ്രവാചകന്റെ ചര്യകൾ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ, സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ, എല്ലാവിധ തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അവരെ സംസ്കരിച്ചെടുക്കാൻ ഇതിനേക്കാൾ വലിയ വേറെ മരുന്നില്ല എന്നുള്ളതാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരുത്തനെ ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോവേണ്ട, ഒരു ചികിത്സ എനിക്ക് കൊടുക്കേണ്ട. ഈ ഒരു ചികിത്സ മതി, ഈ ഒരു ഖുർആന്റെ ചികിത്സ മതി, അത് അവന് പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ മതി, അല്ലേ? അങ്ങനെ മോശമായി ജീവിച്ച ആ ഒരു സമൂഹത്തെ പിന്നീട് അന്ത്യനാൾ വരെയുള്ള സർവർക്കും മാതൃകയായിട്ട് അവർ മാറി എന്നുള്ളതാണ്, അല്ലേ? എങ്ങനെ കൊലവിളിയുമായി നടന്നവർ പരസ്പരം സ്നേഹിക്കുന്നവരും മാപ്പ് കൊടുക്കുന്നവരുമായി മാറിയ ചരിത്രമാണ് പിന്നീട് കാണുന്നത്. അവരെങ്ങനെയായിരുന്നു മദ്യലഹരിയെ മാന്യതയുടെ അടയാളമായി കണ്ടവര്, വീടകങ്ങളിൽ നിന്ന് ആ മദ്യത്തെ ഒഴിവാക്കുന്ന, അല്ലെ, സർവ മേഖലയിലും ലോകത്തിന് മാതൃക സമ്മാനിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നാട്ടില് ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ പലർക്കും ഇന്ന് സമൂഹത്തിലെ പല ആളുകളും രംഗത്ത് വരും, അല്ലെ? നല്ല മദ്യം വിരോധിച്ചാല് വിഷമദ്യം വ്യാപകമാകില്ലേ, ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലേ, ആളുകൾ കള്ളു കുടിച്ചില്ലെങ്കിൽ വരുമാനം കുറയില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും, ആരോഗ്യകരമായ ഒരു സമൂഹ സൃഷ്ടിയെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജീവിക്കാനുള്ള വരുമാനവും നമ്മുടെ നാടിന്റെ സാമ്പത്തികാവസ്ഥയൊക്കെ പഠിച്ചവനപ്പോ വേറെ രൂപത്തിൽ ഉണ്ടാക്കി തരുന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഇവിടെ വാ തുറന്നിരിക്കണുണ്ടോ, ആ വായിന്റെ ഉള്ളിൽ കൂടി പോകാനുള്ളതൊക്കെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പടച്ചോൻ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് അവരുടെ മഈശത്ത്, അവരുടെ റിസ്ക് അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. പക്ഷെ ഇങ്ങനൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തിന്മകൾക്കെതിരെ നിലകൊള്ളേണ്ട ഭരണാധികാരികൾ, വളരെ സങ്കടകരം എന്ന് പറയട്ടെ, അവർ പോലും അതിൻ്റെ പ്രയോക്താക്കൾ ആകുന്നത് എത്ര ഖേദകരമാണ്. ഇത്തരം ആഭാസങ്ങൾക്കെല്ലാം കുടപിടിക്കുന്ന കാഴ്ചകൾ അത് വളരെയധികം പ്രയാസകരമാണ്. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറാമാക്കിയ പലതും ഹലാലാകുന്ന ഒരു കാലം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കള്ളിനെയും സംഗീതത്തെയും പട്ടിനെയുമൊക്കെ അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പ്രത്യേകമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട് 10 വിഭാഗങ്ങൾ അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ശപിക്കപ്പെട്ടിട്ടുണ്ട്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളിന്റെ കാര്യത്തിൽ 10 ആളുകളെ ശപിച്ചിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞത് ആസിറഹ, ആ മദ്യം വാറ്റുന്നവനെയാണ്. മുഅ്തസിറഹ, രണ്ടാമത് പറഞ്ഞ ആ മദ്യം ആർക്ക് വേണ്ടിയാണോ വാറ്റുന്നു അയാള്. മൂന്നാമത്തേത് പറഞ്ഞു ശാരിബഹ, അത് കുടിക്കുന്നവൻ. വഹാമിലഹ, പിന്നെ പറഞ്ഞു വഹാമിലഹ, അതിനെ വഹിക്കുന്നവൻ. വൽ മഹ്മൂലതി ഇലൈഹി, ആർക്ക് വേണ്ടിയാണോ വഹിക്കുന്നവൻ അത്. വസാക്കിഹ, ആ മദ്യത്തെ കുടിപ്പിക്കുന്നവൻ, അല്ലെ? ചില ആളുകള് കുടിക്കൂല, കുടിപ്പിക്കും, അല്ലെ? അങ്ങനൊക്കെ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ വബായിഹ, അതിനെ വിൽക്കുന്നവൻ. വആകില സമന, അതിന്റെ വില തിന്നുന്നവൻ. മദ്യത്തിന്റെ അപകടമൊക്കെ മനസ്സിലാക്കി മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കുപ്പിയിലൊക്കെ എഴുതിച്ച് അത് വിൽക്കുന്ന ആളുകള്, അവര് അത് കുടിക്കണില്ല, പക്ഷെ അതിന്റെ വില തിന്നുന്നുണ്ട്. അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറ്റൂല, അവരെയും ശപിച്ചു. വൽ മുസ്തരീലഹ, പിന്നെ പറയാണ് അതിനെ വാങ്ങുന്നവൻ. വൽ മുസ്തറാത്തുലഹ, വൽ മുസ്തറാത്തുലഹു, ആർക്ക് വേണ്ടിയാണോ അത് വാങ്ങുന്നവൻ അവനെ. ഇങ്ങനെ 10ഓളം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിന്റെ വിഷയത്തിൽ ശപിച്ചിട്ടുണ്ട്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്. എല്ലാ ലഹരിയും, അത് ലഹരി ഉണ്ടാക്കുന്ന എല്ലാം, കുല്ലു മുസ്കിരിൻ ഖംറുൻ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഖംർ, കള്ളാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
ലഹരി ഉപയോഗിക്കുന്നതിലൂടെ അപമാനം സംഭവിക്കുന്നു, ശാരീരികമായ രോഗങ്ങൾ, കരളിന്, ഹൃദയത്തിന് എല്ലാം രോഗം വരുന്നു. മാത്രമല്ല മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ വലാ മന്നാനുൻ വലാ മുദ്മിനു ഖംറിൻ വലാ വലദു സിന്യത്തിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുറച്ച് ആളുകൾ എണ്ണി പറയാണ്, ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ, മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവൻ, അവരെ ഉപദ്രവിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ മന്നാൻ, കൊടുത്തതിങ്ങനെ ദാനധർമ്മം ചെയ്തത് എടുത്ത് ഇങ്ങനെ പറയുന്നവൻ, അവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ മുദ്മിനു ഖംർ, കള്ളിന് അഡിക്റ്റായവൻ, മുദ്മിനുൽ ഖംർ, അവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ വലദു സിന്യത്തിൻ, അതുപോലെ തന്നെ വ്യഭിചാരിയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മദ്യം സേവിക്കപ്പെടുന്ന തീൻമേശകളിൽ പോലും ഇരിക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംർ, കള്ള് കുടിക്കുന്ന ടേബിളിൽ പോലും അവൻ ഇരിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ മദ്യം വയറ്റിലായിരിക്കെ വല്ലവനും മരിച്ചാൽ അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അവൻ ജാഹിലിയത്തിലെ ആ മരണം ഭരിച്ചവനാണ്, അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തെ നാം ഒഴിവാക്കണം. അതിന് അഡിക്റ്റായ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ഈ ഒരു സമയത്ത് നാം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ലഹരിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും അതിൻ്റെ വഴികളുമാണ് ഈ ഒരു സമയത്ത് നാം ചിന്തിക്കേണ്ടത്. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കുക എന്നുള്ളത് ചീത്ത കൂട്ടുകെട്ടാണ്. ചീത്ത കൂട്ടുകെട്ടിനെ ഒഴിവാക്കുക. ചീത്ത ആളുകളുമായി കൊണ്ട് ഇത്തരം മദ്യവും മയക്കുമരുന്നും ലഹരിയുമെല്ലാം ഉപയോഗിക്കുന്ന ആളുകളോട് കൂട്ടുചേരുമ്പോൾ അവർ നമ്മളെ അത്തരം ലഹരി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ലഹരിയുടെ ഒരു മാഫിയ തന്നെ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിരോധിച്ചപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന, മദ്യം വിളമ്പാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഗ്ലാസുകൾ, അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാനും അത് നശിപ്പിക്കാനും നമ്മെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടിനെ, അതിലേക്ക് പോകുന്ന സാഹചര്യത്തെ നാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ അതിൽ നിന്ന് വിട്ടുവന്ന ആളുകൾക്ക് നമ്മളിങ്ങനെ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുന്നത് പോലെ എപ്പോഴും അവർക്കിങ്ങനെ ഒരു ചാർജിങ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. നല്ല കാര്യങ്ങൾ അവരെ ഉപദേശിക്കാനും നല്ല ക്ലാസ്സുകളിലേക്ക്, മതപരമായ പഠന ക്ലാസ്സുകളിലേക്കൊക്കെ അവരെ കൊണ്ടുവരാനും ജമാഅത്ത് നമസ്കാരങ്ങളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കാനും പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണം. മദ്യപാനം ഒഴിവാക്കി അത് മാറി വരുന്നവരെ സംരക്ഷിക്കാൻ മഹല്ലുകൾക്ക് വലിയ ഒരു ദൗത്യം അതിൽ നിർവഹിക്കാനുണ്ട്. പള്ളിയും സംവിധാനങ്ങളുമായി അവരെ കൂടുതൽ ബന്ധപ്പെടുത്തുക, ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്ത് കൂടുതൽ നന്നാവാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശിക്ഷകളുടെ ഗൗരവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മദ്യം ഉപയോഗിക്കുന്നവർക്ക് പരലോകത്തെ ശിക്ഷ ഗൗരവമുള്ളതാണ് എന്ന്
നമ്മളൊക്കെ മനസ്സിലാക്കി. മാത്രമല്ല ഇന്ന് അതിൻ്റെ പേരിൽ പല തിന്മകളിലും അകപ്പെട്ട് പിടിക്കപ്പെട്ട ആളുകളൊക്കെ ജയിലിലാണ് ഉള്ളത്. അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ്. മാത്രമല്ല ഇതിന് ഒരു മദ്യപാനിയെ ചികിത്സിക്കാൻ അവരുടെ മുന്നോട്ടുള്ള കാര്യത്തിനൊക്കെ വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അവരെ ബോധ്യപ്പെടുത്തണം. അതേപോലെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലഹരി ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ MDM പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവരെ ഒന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു രീതിയിലാണ് അത്തരം ലഹരികൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല. എല്ലാ കാര്യങ്ങളിലും അവർ ആക്റ്റീവായിരിക്കും. ഉറക്കം വളരെ കുറവായിരിക്കും അവർക്ക്. ഒരുപക്ഷെ നമുക്ക് കണ്ടാൽ പോലും തോന്നുകയില്ല. നമ്മുടെ വീടുകളിലടക്കം ഒരുപക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ വീടുകളിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഏറ്റവും വലിയ ഇതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാമിക ജീവിതമാണ്. ഇതിനൊക്കെയുള്ളൊരു പരിഹാരം ഇസ്ലാമിക ജീവിതമാണ്, ഇസ്ലാമിക ചിട്ടയാണ്. ഇത്തരം തിന്മകളിൽ എത്തിപ്പെടാതിരിക്കാനുള്ള ഏക വഴി എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ ഇസ്ലാമികമായ രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവരെയും യുവ സമൂഹത്തെയും എല്ലാം ഏറ്റവും നല്ല ആളുകളാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണം വരെ ഈ ദീനനുസരിച്ച്, ഈ ആദർശമനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.